നമസ്കാരം. ട്രിക്ടറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സിലബസ് ബ്രേക്ക് ഡൗൺ, ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ടാണ്. ഏത് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നതാണ്. ഇപ്പൊ ഡിഗ്രി നിലവാരത്തിലേക്ക് വരുമ്പോൾ കേരള PSCയിൽ ഇപ്പൊ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സീരിയസ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ പോലും, അതായത് PSC എക്സാമിന് വേണ്ടി നോക്കുന്ന ആളുകൾ പോലും ഡിഗ്രിയെ പതുക്കെ കൈവിടുകയാണ്. അതായത് ഡിഗ്രി ലെവൽ എക്സാം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതൊക്കെ ഒരു UPSC ആസ്പിറന്റ് ആയിട്ടുള്ള UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് നേടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ആ പരീക്ഷ എൻ്റേതല്ല എന്ന ചിന്താഗതിയിൽ പഠിക്കാതെ പോകുന്ന ആളുകളാണ് പലരും. ഇനി കഴിഞ്ഞ പ്രിലിംസ് ഒക്കെ പഠിച്ചു, ധാരാളം കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു ലൂപ്പാണ്, സിലബസ് ഒരിക്കലും ഞാൻ പഠിച്ചിട്ട് തീരുന്നില്ല, സാർ ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചതൊന്നും അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ സീരീസിന്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളുടെയും സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരുന്നത് വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ഇതാണ്: നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകളെ എങ്ങനെ സമീപിക്കണം. ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണ് ഇവിടെ പറയുന്നത് എങ്കിൽ പോലും ഡിഗ്രി എന്ന് പറയുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലൂടെ നേടിയെടുക്കേണ്ട ഒരു പരീക്ഷയാണ്. അപ്പോൾ എന്ത് പഠിക്കണം എന്ന് പറയുന്ന ധാരണയായിരിക്കും ഈ പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലൊരു സംശയം വരും, സാർ ഓൾറെഡി ഒരു സിലബസ് ഉണ്ടല്ലോ, അതിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ പഠിക്കേണ്ടത്. നമുക്കുള്ള സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. സിവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, അതായത് എന്തെല്ലാം ചോദിക്കും എന്ന് സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ ഈ പറയുന്ന ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിവിക്സിൽ കുറേ വാക്കുകൾ കൊടുത്തിരിക്കുകയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്യൂറോക്രസി ആണ്, ഇന്ത്യൻ സിവിൽ സർവീസ്, അങ്ങനെ പോയിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, പിന്നെ വാട്ടർ ഷെഡ് വരുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല എങ്കിൽ പഠനം എളുപ്പമാവില്ല. ഇപ്പം ഈ സിലബസ് ഇങ്ങനെ എടുത്തു വെച്ച് കാണുന്ന ഒരാൾക്ക് തന്നെ തോന്നുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ഇതെങ്ങനെ പഠിക്കും, ഇതിൻ്റെ സോഴ്സ് എന്താ, ഇതിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതാണ്, അല്ലേ? അങ്ങനെ ഒരു മിക്സ് ആണ് സിവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിവിക്സിൻ്റെ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിലൂടെ ഇതിനെ എങ്ങനെ ഈസിയായി അപ്രോച്ച് ചെയ്യാം എന്നതാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് നോക്കാം ഈ സിലബസിനെ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സിലബസിലെ ഒരു വാക്കാണ് ഇവിടെ കാണുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ. ഇപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു MA ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാം. അത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സിലബസിൻ്റെ ഒരു മൂലയിൽ ഒരു വാക്കിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ എന്താ പഠിക്കേണ്ടത്? ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ 5 മാർക്കിൻ്റെ സിലബസിലെ സിവിക്സിനുള്ളിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വാക്ക് വരുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ ഞാൻ എന്ത് പഠിക്കണം? ആ ചോദ്യത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടി വരിക? ഞാൻ പറഞ്ഞു, ഇതൊരു മേഖലയാണ്. അപ്പോൾ ഈ മേഖല എങ്ങനെ ഉണ്ടായി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പൊതുഭരണം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പൊതുഭരണം എന്താണെന്ന് വേണം ആദ്യം ഒരാൾ എന്ത് ചെയ്യാനായിട്ട്, പഠിച്ചു തുടങ്ങാനായിട്ട്. എന്താണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പൊതുഭരണം എന്ന വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാനായിട്ട് പറ്റും, അല്ലേ? പൊതുഭരണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെയുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൊതുഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഭരണമാണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു സയൻസ് എന്നതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമല്ല എങ്കിലും ഇതിന് വലിയൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. അതായത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഈ സബ്ജക്റ്റ് ഇവോൾവ് ചെയ്തു വന്നതാണ്. അപ്പം ഫസ്റ്റ് പാർട്ട് അതാണ്, എങ്ങനെയാണ് ഈ പറയുന്ന സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് ഒരു ഡെവലപ്പ് ഉണ്ട്. ആ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്, സ്റ്റെപ്പുകളുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടി വരുന്ന ഏരിയ എന്ന് പറയുന്നത്
തിങ്കേഴ്സ് ആൻഡ് തിയറീസ് എന്ന് പറയുന്ന ഭാഗമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആശയത്തിലേക്ക് ഓരോരുത്തർ അവരുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഭരണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നത് ലോകത്തെ എല്ലായിടത്തും ചർച്ചയായിട്ടുണ്ടാകും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? ധാരാളം ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ പറയും വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന ആളാണ് പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വുഡ്രോ വിൽസനെ എന്തുകൊണ്ട് പൊതുഭരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു എന്നതിൽ നിന്ന് ആരംഭിച്ച് പൊതുഭരണത്തിലേക്ക് നൽകിയിട്ടുള്ള ഓരോരോ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ എന്താണ്, എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്, ഇതിന്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്താണ് എന്നതിനെ സംബന്ധിച്ചും ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചും നമുക്ക് എന്തുണ്ടായിരിക്കണം? വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പം 3 കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. ഇതെങ്ങനെ വളർന്നു, ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇതെവിടെയാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്ന 3 കാര്യങ്ങളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അപ്പം വലിച്ചുവാരി പഠിക്കുന്നതിന് പകരം ഇങ്ങനെ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത ശേഷം ഇതിലെ ഓരോ പോയിന്റുകളെയായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ തിങ്കേഴ്സ് ആൻഡ് തിയറീസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാം പരിചിതമുള്ള ഒരു പേരാണ് ലൂതർ ഗുല്ലിക്. പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ഒരാശയം ലോകത്തിന് കൊണ്ടു കൊടുത്ത ആളാണ് ആര്? ലൂതർ ഗുല്ലിക് എന്ന് പറയുന്ന ആൾ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരാൾ പോസ്റ്റ് കോർബിനെ കുറിച്ച് കേൾക്കും, ഗുല്ലിക്കിനെ കുറിച്ചും കേൾക്കും. അപ്പോൾ ഗുല്ലിക്കിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നോക്കേണ്ടി വരും. ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണ്? സിലബസിൽ ഇതാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞുപോയ അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ് വകുപ്പുവൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4PS എന്നറിയപ്പെടുന്നു, അത് ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ തിയറി എന്നറിയപ്പെടുന്ന 4PS സിദ്ധാന്തത്തെ മുന്നോട്ട് വെക്കുന്നത് ഗുല്ലിക്കാണ് എന്ന് നമ്മൾ ഇനി വിശദമായിട്ട് പഠിക്കും. അപ്പം ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കും ഒന്നും കടക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, തിങ്കേഴ്സ് ആൻഡ് തിയറീസ് എന്ന് പറയുന്ന ഭാഗം പഠിക്കണമെന്ന് തിരിച്ചറിയുന്ന ഒരാൾ ഉറപ്പായിട്ടും ലൂതർ ഗുല്ലിക്കിനെ പഠിക്കും. ഗുല്ലിക്കിനെ പഠിക്കുമ്പോൾ പോസ്റ്റ് കോർബ് മാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ തിയറി എന്ന് പറയുന്നത് ഇന്നും ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലടക്കം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് അയാൾ തിരിച്ചറിയും. അപ്പൊ അയാൾ ആ പോയിന്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോകും. ഈ ചോദ്യം വരുമ്പോൾ അയാൾക്കത് കിട്ടും. എന്നാൽ ദൗർഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 4PS എന്ന് പറയുന്ന ഈ സാധനം പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോയ പലർക്കും അറിയാൻ പോലും പറ്റിയില്ല ഇത് സിവിക്സിൽ നിന്ന് വന്ന ചോദ്യമാണ് എന്ന്. ഇവിടെയാണ് സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യം. എല്ലാ തിങ്കേഴ്സിൻ്റെയും എല്ലാ തിയറിയും പഠിക്കുന്നതിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സബ്ജക്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആരുടെ ഭാഗത്തു നിന്നുണ്ടായി, അതാണ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കേണ്ടത്. അത് പഠിക്കുന്ന ആൾക്ക് ഇത്തരം ചോദ്യങ്ങൾ കിട്ടും. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതിനു ശേഷം എല്ലാ നോട്ടിലും എല്ലായിടത്തും ഇത് ആഡ് ചെയ്യും. അതിനു മുമ്പ് ഇതെല്ലാവരും ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ധാരാളം ആളുകൾ ഇത് കേൾക്കാതെ പോയത്. അപ്പൊ സിലബസ് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുന്ന ഒരാൾക്ക് തുടക്കത്തിലെ ഇത്തരം കാര്യങ്ങൾ കിട്ടും. ഇത്തരം കാര്യങ്ങൾ കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി പഠനം അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് മെയിൻസിലേക്കുള്ള പഠനം എളുപ്പമായി തീരും. നിങ്ങളുടെ സമയം അനാവശ്യമായിട്ട് എന്ത് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോകില്ല എന്നതാണ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് അതാണ് പഠിക്കേണ്ടത്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയാണ് എന്നൊരു ധാരണ ഉണ്ടായാൽ ഇതേപോലെ ബ്യൂറോക്രസിയും കാണുക. ബ്യൂറോക്രസിയുടെ മലയാളം ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കാറുണ്ട്. പൊളിറ്റിക്കലായ ഒരു എക്സിക്യൂട്ടീവും ഉണ്ട്, പെർമനന്റ് ആയ ഒരു എക്സിക്യൂട്ടീവും ഉണ്ട്. ഈ പെർമനന്റ് ആയ എക്സിക്യൂട്ടീവിന്റെ ജോലി എന്താണ്? അപ്പോൾ നമുക്ക് ബ്യൂറോക്രസിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വലിച്ചുവാരി പഠിക്കുന്നതിന് പകരം ബ്യൂറോക്രസിക്കുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മോഡലുണ്ട്, വെബേഴ്സ് ബ്യൂറോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ മാക്സ് വെബർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ. അപ്പോൾ വീണ്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പോയതുപോലെ ബ്യൂറോക്രസിയെ കുറിച്ച് ലോകത്തിലെ പ്രധാനപ്പെട്ട ചിന്തകരിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അപ്പം നമ്മൾ വെബറിന്റെ മോഡൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എന്ത് വന്നിട്ടുണ്ട്? ഈ സാധനം, ഈ വെബറിന്റെ ബ്യൂറോക്രാറ്റിക് മോഡൽ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഇത് തുടക്കത്തിലേ മനസ്സിലാക്കി സിലബസിൽ ബ്യൂറോക്രസി എന്ന് കാണുമ്പോൾ ഞാൻ ബ്യൂറോക്രസിയിൽ എന്തെല്ലാം പഠിക്കണം, ബ്യൂറോക്രസി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, സംഭാവന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആരാണ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്? PYQ ആണ്.
ആ ടേം കോയിൻ ചെയ്ത വ്യക്തിയുടെ പേര് വിൻസെന്റ് ഡി ഗൂർനെ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു വാക്കേ സിലബസിലുള്ളൂ. അല്ലാതെ വിൻസെന്റ് ഡി ഗുർണയുടെ പേരോ മാക്സ് വെബറുടെ പേരോ ഒന്നും സിലബസിൽ തന്നിട്ടില്ല. പക്ഷെ ബ്യൂറോക്രസി എന്ന് പറയുന്ന വാക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ബ്യൂറോക്രസി എന്ന് പറയുന്ന ഈ ആശയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ചിന്തകരെ കുറിച്ച് മനസ്സിലാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 പേരെ ഐഡന്റിഫൈ ചെയ്ത് അത് പഠിച്ചു പോകുന്ന ആൾക്ക് ഈ ചോദ്യങ്ങൾ കിട്ടും. ഇത് കിട്ടുമെന്ന് മാത്രമല്ല, നല്ലൊരു ശതമാനം ആളുകൾക്ക് മിസ്സായി പോകും. 90% ആളുകൾക്കും ഈ ചോദ്യങ്ങൾ മിസ്സാകുമ്പോൾ ഇത് നിങ്ങൾക്കൊരു എഡ്ജ് തരും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് സിലബസ് ബ്രേക്ക് ഡൗണിന്റെ ഗുണം. ഇനി ഒരു ഡെമോക്രാറ്റിക് വെൽഫെയർ സ്റ്റേറ്റിൽ ഒരു സിവിൽ സർവീസിന്റെ റോൾ എന്താണ്, ബ്യൂറോക്രാറ്റ്സിന്റെ റോൾ എന്താണ്? നിങ്ങൾ SCRT-യിലൊക്കെ കാണും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്നൊക്കെ പറഞ്ഞ് SCRT-യിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് സ്ഥിരത, അതേപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കുറേ പോയിന്റുകളുണ്ട്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ബ്യൂറോക്രസി എങ്ങനെയാണ് ഒരു ഗവൺമെന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നും പഠിക്കേണ്ടി വരും. അപ്പോൾ സിവിക്സ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. എന്തു പഠിക്കണമെന്ന ധാരണയിൽ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുന്ന ഒരാൾക്ക് സുഖമായി ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇതിന് ബാലൻസ് ആയിട്ട് വരുന്ന അടുത്ത ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്? ഇന്ത്യൻ സിവിൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസും സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്ന് നമ്മൾ അടുത്തതായി പോകുന്നത് എന്താണ്? ഇന്ത്യയിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ ഒരു ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് എവിടെയാണ്? അപ്പൊ നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 308 മുതൽ 323 വരെയുള്ള ഭാഗത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് പഠിക്കണം. ആർട്ടിക്കിളുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദത്തെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാ. അത് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. ഇത് പഠിക്കണമെന്നറിയാമെങ്കിൽ. എല്ലാം വലിച്ചു വാരി പഠിക്കുന്നതിലല്ല, എന്ത് വേണം എന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു മേഖലയാണ് യൂണിയൻ ആൻഡ് ഓൾ ഇന്ത്യ സിവിൽ സർവീസസ്. അപ്പോൾ IAS-നെ കുറിച്ച്, IPS-നെ കുറിച്ച്, IFOS-നെ കുറിച്ച് പഠിക്കേണ്ടി വരും. അഖിലേന്ത്യാ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും. അവിടുത്തെ റിക്രൂട്ട്മെന്റ് പഠിക്കേണ്ടി വരും. ഇതേപോലെ സ്റ്റേറ്റ് സിവിൽ സർവീസും പഠിക്കേണ്ടി വരും. ഇതിൽ നിന്നും എന്ത് ചോദിച്ചിട്ടുണ്ട്? PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആര്? ഈ ചോദ്യം എവിടെ നിന്ന് വന്നു? ഈ ഭാഗത്തു നിന്ന് വന്നതാണ്. അപ്പൊ സിലബസിനെ കൃത്യമായി ബ്രേക്ക് ഡൗൺ ചെയ്ത ഒരാൾക്ക് ഈ ചോദ്യങ്ങൾ എളുപ്പമല്ലേ? അപ്പൊ സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നതാണ് ഡിഗ്രി പ്രിലിംസ്, മെയിൻസ് ഒക്കെ നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇതേപോലെ നമ്മുടെ സിലബസിലെ ഓരോ ഭാഗത്തെയും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ നോക്കൂ, ഗവേണൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ആ സിലബസിലെ 3 കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായ 3 വാക്കുകളായിട്ടാണ് സിലബസിൽ കിടക്കുന്നത്. പക്ഷെ ഇത് പരസ്പര ബന്ധിതമാണെന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. ഈ 3 കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ഗവേണൻസ്, ഒരു ഭരണത്തിൽ. അപ്പൊ ഈ സിവിക്സിൽ മൊത്തം നമ്മൾ കണ്ട എന്താ? ആദ്യം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നു, അതിനുശേഷം അതിലെ ബ്യൂറോക്രസിയെ കുറിച്ച് പറയുന്നു, ആ ബ്യൂറോക്രസിയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എത്തുന്നു. ഇനി അതേപോലെ ഒരു ഗവേണൻസിനെ എങ്ങനെ ട്രാൻസ്പെറന്റ് ആക്കാം? അപ്പൊ അവിടെ ഈ ഗവേണൻസ് വരും. അപ്പൊ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഈ ഗവേണൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത് പഠിക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും NEGP കുറിച്ച് പഠിച്ചിരിക്കും. അതേപോലെ തന്നെ മറ്റു ധാരാളം പ്രോഗ്രാമുകൾ, കേരളത്തിലെ പ്രോഗ്രാമുകളെ കുറിച്ച് പഠിച്ചിരിക്കും. സ്പാർക്ക്, കേരളവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗവേണൻസിൽ. എങ്ങനെയാണ് ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നത്? ഈ ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്? ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊണ്ടുവന്ന സ്കീമുകൾ എന്തെല്ലാമാണ്? ഇതായിരിക്കും ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രിലിംസ് അപ്രോച്ചിൽ പോകുമ്പോൾ ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറികൾ ഇവിടെ നിങ്ങൾ പഠിക്കണ്ട. ഇതെവിടെയാ പഠിക്കേണ്ടത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനില. അതേപോലെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരുപാട് ടൈം നിങ്ങൾക്ക് നഷ്ടപ്പെടും, ചോദ്യങ്ങൾ കിട്ടണമെന്നില്ല. ഇനി ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ട്രാൻസ്പെറൻസി അഥവാ സുതാര്യത വളരെ ഇമ്പോർട്ടൻ്റാ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്പെറൻസി കൊടുത്തൊരു നിയമമാണ് ഏത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പോൾ മറ്റ് നിയമങ്ങൾ പഠിക്കുന്നത് പോലെ അല്ല RTI പഠിക്കേണ്ടത്. RTI സെക്ഷൻ ബൈ സെക്ഷൻ പഠിക്കേണ്ടി വരും. എന്തുകൊണ്ട് പഠിക്കേണ്ടി വരും? ഇതെങ്ങനെ ഒരു ഗവൺമെന്റിന് ട്രാൻസ്പെറൻസി കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പഠിക്കുന്നത് പോലെ അല്ല RTI പഠിക്കേണ്ടത്. RTIയിലേക്ക് വരുമ്പോൾ ഗവൺമെന്റിന്റെ ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട് ഈ നിയമം എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊരാൾക്ക് കൃത്യമായി അറിയണം എന്നതാണ് സിലബസിലെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം. ഇനി ഇപ്പുറത്തെ സൈഡിൽ
ട്രാൻസ്പെറൻസി മാത്രം ഉണ്ടായാൽ പോരാ, എന്തുകൂടി വേണം ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിൽ? കറപ്ഷൻ ഇല്ലാതാവണം. ഈ കറപ്ഷൻ ഇല്ലാതാവാനുള്ള മെഷേഴ്സ് എന്തെല്ലാമാണ്? ഇവിടെയാണ് ലോക്പാൽ ലോകായുക്ത വരുന്നത്. ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇ ഗവേണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, ആന്റി കറപ്ഷൻ, ഇത് മൂന്നും ചേരുമ്പോഴാണ് ഗവൺമെന്റിന്റെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും വരുന്നത്. ഇത് പഠിക്കുന്ന ഒരാൾക്ക് ഈ ഭാഗത്ത് നിന്ന് എന്ത് പഠിക്കണമെന്ന കൃത്യമായ ധാരണ കിട്ടുന്നു. അത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് പരീക്ഷയിൽ ആ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഉത്തരം എഴുതാൻ പറ്റുന്നു. ദാ നോക്കൂ, NEGP എന്ന വാക്ക് സിലബസിലില്ല. പക്ഷെ നമ്മൾ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ പറഞ്ഞു NEGP ഇമ്പോർട്ടൻ്റ് ആണ്. NEGP ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ഇനി RTI സെക്ഷൻ ബൈ സെക്ഷൻ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു. RTIയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കൂ, സെക്ഷൻ 24 പ്രകാരം ചില സംഘടനകളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡെപ്തിലാണോ സാർ ഇത് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ RTI എന്ന് പറയുന്ന നിയമം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ എന്നതാണ് ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ഷൻ ബൈ സെക്ഷൻ പഠിച്ചേ പറ്റൂ. ഈ അപ്രോച്ച് അല്ല കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ വേണ്ടത്. നോക്കൂ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വരുന്നത്. ദാ ലോക്പാൽ ലോകായുക്തയെ കുറിച്ച് വന്നിട്ടുള്ള ചോദ്യം. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ സിവിക്സിൽ നിന്ന് മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എലക്ഷൻ. അപ്പോൾ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അടുത്ത എൻ്റെ പാർട്ട് എന്താണ്? ഗവൺമെന്റിന്റെ 3 ഘടകങ്ങൾ. ഈ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിനെ കുറിച്ച്, അതായത് പാർലമെന്റിനെ കുറിച്ച്, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിനെ കുറിച്ച്. അപ്പോൾ എക്സിക്യൂട്ടീവിൽ ആര് വരും? പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ്, അതേപോലെ തന്നെ ഗവർണർ, CM, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഇൻ ഡെപ്തിൽ പഠിച്ചേ പറ്റൂ. അപ്പോൾ നമ്മുടെ NCERT ചാപ്റ്ററുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം വളരെ ഭംഗിയായി പഠിച്ചു പോയാൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. പിന്നെ ചിലപ്പോഴും ചോദ്യം വരുന്നതിന് പിന്നിലുള്ള മറ്റൊരു റീസൺ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരും. എങ്ങനെയാണ്? ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം നടക്കുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവിൽ ആരുണ്ട്? ഗവർണറുണ്ട്. ഗവർണറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അധികാരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ വരും. ഇനി ജുഡീഷ്യറി, സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയുടെ വിവിധ അധികാരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ എന്താണ്? ഓരോ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളുകൾ എന്താണ്? ഇതെല്ലാം ഈ ഭാഗത്ത് എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. പിടിയിട്ടുന്നുണ്ടല്ലോ. ഇതേപോലെയാണ് ഇപ്പുറത്തെ സൈഡിൽ ഇലക്ട്രിക്കൽ പാർട്ടീസ്, ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം, ഭരണഘടനാപരമായിട്ടുള്ള ആർട്ടിക്കിളുകൾ. ഇനി ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. അപ്പോൾ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയും സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയും ഉണ്ട്. ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷനാ. ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മൾ ആദ്യം കാണിച്ചൊരു സിലബസിനെ വെച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ഇതേ രീതിയിൽ ഇപ്പോൾ ഞാൻ നോക്ക്, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഇവിടെ നിന്ന് വന്ന ചോദ്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഫംഗ്ഷൻ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന ധാരണ നമുക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സമയം പോകും, പ്രൊഡക്റ്റീവായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിക്കാനായിട്ട് പറ്റില്ല. ഇനിയാണ് അടുത്ത മേഖല വരുന്നത്. നിങ്ങൾ പലരും ഇപ്പം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, സാർ ഏറ്റവും പ്രാധാന്യം ഞാൻ എന്തിനു കൊടുക്കണം? ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ നിരന്തരം വരുന്നത്? പ്രത്യേകം ശ്രദ്ധിച്ചോളുക, ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകളിൽ ട്രെൻഡ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം 2021 പ്രിലിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് RTIയിൽ നിന്നാണ്. പിന്നീടാണ് നമ്മൾ ഈ കണ്ടതുപോലെ ഓൾ ഇന്ത്യ സർവീസ്, ബ്യൂറോക്രസി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ചോദ്യങ്ങൾ മാറുന്നത്. 2025 അത് നമ്മൾ പറഞ്ഞതുപോലെ ഇ ഗവേണൻസും സ്കീമുകളിലേക്കൊക്കെ മാറി. 2026 വന്നപ്പോൾ അത് സിലബസിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? വിഭജിച്ചു പോവുകയാണ്. എന്നിരുന്നാലും ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഏത് എന്ന് പറയുന്നത്? ഈ പറയുന്ന ഭാഗം, കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഹ്യൂമൻ റൈറ്റ്സും. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള മേഖലയാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കുന്ന ഒരാൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇനി RTI എന്ന് പറയുന്ന നിയമത്തെ അപ്രോച്ച് ചെയ്തതുപോലെ അല്ല നിങ്ങൾ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സിനെയും കൺസ്യൂമർ പ്രൊട്ടക്ഷനെയും എന്ത് ചെയ്യേണ്ടത്? അപ്രോച്ച് ചെയ്യേണ്ടത്. സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടുള്ള പഠനമല്ല ഇവിടെ വേണ്ടത്. എന്തുകൊണ്ട്?
അതായത് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസ്, അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നമുക്ക് പഠിക്കാനുള്ളത്. ആ നിയമം വഴി ഉണ്ടായിട്ടുള്ള NHRC കുറിച്ചും അതേപോലെ കേരളത്തിലെ SHRC കുറിച്ചുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വിശദമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൽ 2019 ഒരു അമെൻമെന്റ് വന്നു. ഈ അമെൻമെന്റ് ഈ നിയമത്തിന്റെ സ്ട്രക്ചറിനെ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്തു, മാറ്റിമറിച്ചു. അപ്പൊ ഈ അമെൻമെന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ്, അതായത് യോഗ്യത, അതായത് ദേശീയ തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകാനുള്ള യോഗ്യതയും കാലാവധിയും അടക്കം ഒരുപാട് കാര്യങ്ങൾ അമെൻമെന്റിലൂടെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുകയാണ്, ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് 1986 നമുക്കിവിടെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതാണ്. പക്ഷെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള നിയമം 2019 അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എങ്ങനെ പഠിക്കണമെന്ന് ഒരാൾക്ക് സംശയമുണ്ട് എങ്കിൽ അയാൾ തിരിച്ചറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, 1986 നിയമത്തിൽ നിന്ന് എത്രത്തോളം മാറ്റം 2019 വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. 86 ഇവിടെ എന്തില്ല, കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ പോലും ഇല്ല. 2019 ഇതെല്ലാം ഉള്ള കാലത്ത് കൺസ്യൂമറിൻ്റെ റൈറ്റുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ എന്ത് പഠിക്കണം, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റിനെ കുറിച്ച് പഠിക്കണം. 2019 നിയമം എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് നിങ്ങൾ എവിടെ പഠിക്കേണ്ടത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആക്ടിലൂടെ പഠിക്കേണ്ടത്. അതായത് RTIയിൽ സെക്ഷൻ ബൈ സെക്ഷൻ എങ്ങനെ ഈ നിയമം ഉപയോഗിക്കാമെന്ന് പഠിച്ചപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോൾ ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ എന്തെല്ലാം രീതിയിൽ ഈ നിയമം എന്നെ സംരക്ഷിക്കുന്നു എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ സെക്ഷൻ ബൈ സെക്ഷൻ കാണാതെ പഠിക്കാൻ പോയാൽ ഒരിക്കലും പഠിച്ചു തീരില്ല. കാരണം 100-ലധികം സെക്ഷനുകളുള്ള ഒരു വലിയ നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അങ്ങനെ കാണാതെ പഠിക്കാൻ പോയാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. പകരം ഇത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാരത്തോൺ, അതായത് ഈ കഴിഞ്ഞു പോയ ഡിഗ്രി പ്രിലിംസിന് മാരത്തോൺ നടത്തിയപ്പോൾ ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പോയി നോക്കിയാൽ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് എന്ത് എന്ന് പറയുന്നത്, മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഫംഗ്ഷൻ എന്താണ്, ഇവരുടെ നിയമനം എങ്ങനെയാണ്, ഇതിൽ ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം 2019 അമെൻമെന്റുമായി കൂടി ബന്ധമുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. ഇതിന് കഴിയുമ്പോൾ നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് എൻവയോൺമെന്റൽ ആൻഡ് ലാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ നിന്ന് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങൾ, മനുഷ്യാവകാശവും ഉപഭോക്തൃ സംരക്ഷണവും പഠിച്ചതിന് ശേഷം നമ്മൾ പോകേണ്ടി വരുന്നത് എവിടെയാണ്, പാരിസ്ഥിതികമായി വലിയ പ്രാധാന്യമുള്ള വാട്ടർ ഷെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ എന്തായിരിക്കും ഒരാൾ പഠിക്കേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജലസംരക്ഷണം, അതേപോലെ തന്നെ വെറ്റ്ലാൻഡുകൾ, ഇതിൻ്റെയൊക്കെ സംരക്ഷണം എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പഠിക്കേണ്ടി വരും, റാംസാർ കൺവെൻഷനെ കുറിച്ച് പഠിക്കേണ്ടി വരും, റാംസാർ സൈറ്റുകളെ കുറിച്ച് പഠിക്കേണ്ടി വരും. കാരണം അത് കൺസർവേഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി IWMP നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്കീമുകളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. കാര്യം എന്താ, ഇന്ത്യയുടെ പശ്ചാത്തലത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീം ഏതാണ്. അപ്പോൾ ഉള്ള സ്കീമുകളെല്ലാം കൂടി വാരി വലിച്ച് പഠിക്കുന്നതിലല്ല, കറണ്ടായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്കീം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറയുന്ന വാട്ടർ ഷെഡ് മാനേജ്മെന്റിലും വെറ്റ്ലാൻഡ് കൺസർവേഷനിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതെല്ലാമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്ന ആൾക്ക് ഇത് എളുപ്പമാണ്. അല്ലെങ്കിൽ 100 കണക്കിന് സ്കീമുകളും അതിൻ്റെ പേരും ലിസ്റ്റും എല്ലാം കൂടെ എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും പഠിച്ചു തീരില്ല. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ലാൻഡ് റിഫോംസ് ഇന്ത്യ ഷേപ്പ് ചെയ്തതെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് പഠിച്ചേ പറ്റൂ. ഇത് ഹിസ്റ്ററിയിൽ വരുന്ന അല്ലേന്ന് ചോദിച്ചാൽ ഹിസ്റ്ററിയുടെ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളാണ് എങ്കിലും ഭൂപരിഷ്കരണത്തിൻ്റെ ആസ്പെക്റ്റിൽ അത് പഠിക്കണം. അതേപോലെ തന്നെയാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പഠിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കേരളത്തിലെ ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും പഠിച്ചു പോകുന്ന ഒരാൾക്ക്, അപ്പം ഇത് ഒറ്റ വാക്കിൽ പറയുന്നെങ്കിലും പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. കാര്യം എന്താ, കേരളത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ തന്നെ തിരുവിതാംകൂർ,
കൊച്ചി, മലബാർ. ഇപ്പൊ തിരുവിതാംകൂറിലാണ് ഈ പറയുന്നത് പോലെ പണ്ടാരപ്പാട്ട വിളംബരത്തിൽ നിന്നും ജമ്മി കുടിയാൻ വിളംബരത്തിൽ നിന്നും ഒക്കെ ആരംഭിച്ച് മുന്നോട്ടേക്ക് വരുന്നു. അതേപോലെ കുടിയായ്മ നിയമങ്ങളുണ്ട് കൊച്ചിയിലും മലബാറിലും. ഇതിന് ശേഷമാണ് EMSന്റെ മന്ത്രിസഭ വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്, അച്യുതമേനോന്റെ കാലത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നവരുള്ള ചരിത്രം, നിയമങ്ങൾ. ഇതാണ് ഇവിടെ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ദാ നോക്കൂ, തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തുടങ്ങി നാളെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കാലഗണനാക്രമത്തിൽ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി സിലബസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ചോദ്യങ്ങൾ താരതമ്യേന കുറഞ്ഞിരുന്ന, ലോ ആയിട്ടുണ്ടായിരുന്ന ഒരു മേഖലയാണ്. പക്ഷെ 2026 ഡിഗ്രി പ്രിലിംസിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിവിക്സ് ഒരു ഡൈനാമിക് സബ്ജക്റ്റ് ആണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഈ ഏരിയ മാത്രം പഠിച്ചുകൊണ്ട് പൊക്കോളൂ, അത് മാത്രം പരീക്ഷയ്ക്ക് വരും എന്ന് പറയാൻ പറ്റത്തില്ല. സിലബസിന്റെ എല്ലാ മേഖലകളും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ സിലബസിനെ നിങ്ങൾ സമീപിക്കാനായിട്ട്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ലേബർ വെൽഫെയർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്, ഇപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത് തൊട്ട് പ്രധാനപ്പെട്ട ലേബർ കോഡ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുണ്ട്. ഇനി എന്താണ് തൊഴിൽ, അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. മേജർ ലോസ്, കോഡ്സ് നോക്കണം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ റൂറൽ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുള്ള തൊഴിൽ പദ്ധതികൾ വളരെ വിശദമായി ലിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് എന്ത്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഭാഗം. ഇപ്പൊ നോക്കിക്കേ, അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്താണ്? അപ്പൊ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു, അതിന് പഞ്ചായത്തി രാജുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന അപ്രോച്ചിൽ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. കാരണം എന്താ, താഴേക്കിടയിലേക്ക് പദ്ധതികൾ എത്തിയാൽ മാത്രമേ ഗ്രാമീണ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പുരോഗമനം കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ആ പുരോഗമനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമീണ തൊഴിൽ മേഖലയിലേക്ക് അത്തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ താഴെ തട്ടിൽ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം, അതിന് വികേന്ദ്രീകരണം വേണം എന്ന ആശയം അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഈ ചോദ്യത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ, ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു മേഖലയാണ് സാമൂഹ്യക്ഷേമം അഥവാ സോഷ്യൽ സെക്യൂരിറ്റി. ഈ സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെയാണ് പോഷ് ആക്ട്, അതാണ് എന്ത്, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക അതിക്രമവുമായി ബന്ധപ്പെട്ടത്, കേരളത്തിലെ വനിതാ കമ്മീഷൻ, അതേപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. കുട്ടികളുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് വരും, പോക്സോ ആക്ട് ഉണ്ട്, അതേപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്, കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പഠിച്ചതുപോലെ ആവില്ല നമ്മൾ പോക്സോ ആക്ട് പഠിക്കേണ്ടതും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പഠിക്കേണ്ടതും. അപ്പൊ ഈ നിയമങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോക്സോ ആക്ടിൽ എങ്ങനെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗിക കുറ്റകൃത്യങ്ങളെ ഈ നിയമം തടയുന്നത് എന്ന് എന്ത് ചെയ്യണം, നോക്കണം. അതേപോലെ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന സാധനവും. എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്? അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ നിയമങ്ങൾ എന്തെല്ലാം സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടി വരുന്നത്. സീനിയർ സിറ്റിസൺസിന്റെ മെയിൻ്റനൻസും വെൽഫെയറും ആക്ട് ഉണ്ട്, അതിലെ പ്രധാന പോയിന്റുകൾ, ഇതെങ്ങനെ ഇവർക്ക് ഗുണകരമാകുന്നു എന്ന് പഠിക്കണം. പെൻഷൻ സ്കീമുകളെ കുറിച്ചും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആക്ടുകളാണ് എന്നതുകൊണ്ട് കൺസ്യൂമർ പഠിക്കുന്നത് പോലെ അല്ല RTA പഠിക്കേണ്ടത്, അതേപോലെ അല്ല പോക്സോ പഠിക്കേണ്ടത് എന്ന ഡിഫറൻസ് ആണ് ആദ്യം സിലബസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇനി അവസാന ഭാഗമാണ്, താരതമ്യേന വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രം വന്നിട്ടുള്ളൊരു ഭാഗമാണിത്. അതുകൊണ്ട് എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് മാത്രം പഠിക്കേണ്ടുന്ന ഒരു മേഖലയാണ് എന്ത്, സോഷ്യോ എക്കണോമിക് ഡേറ്റ ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ. ഇപ്പോൾ ഡെമോഗ്രാഫിക്കും സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇപ്പം നിങ്ങൾക്കറിയാം ലിറ്ററസി റേറ്റ്, അതേപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ജനനമരണ നിരക്കുകൾ, നമ്മുടെ സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ഡേറ്റ ഡ്രിവൺ ഏരിയയാണ്. താരതമ്യേന ചോദ്യങ്ങൾ എന്താണ്, കുറവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും താഴെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്,
പ്ലേസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതും സിവിക്സിലാണ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ സിലബസിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടാകും. ഇനി സിലബസിന്റെ അവസാനം നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ തീരെ കുറവാണ് എന്നേ പറയാൻ പറ്റൂ. ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സാമൂഹ്യ സുരക്ഷയെ സാമൂഹ്യ ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത എന്ത് എന്നൊക്കെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇത് സിവിക്സിൽ നിന്നാണ് ചോദിക്കുന്നത് എന്ന് പോലും പലർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് ഈ പറയുന്നതിന്റെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പൊ സിലബസ് ഓറിയന്റഡ് ആയിട്ട്, സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്ത് ഇന്ന മേഖലകളാണ് പഠിക്കേണ്ടത് എന്ന് തയ്യാറായിരിക്കുന്ന ഒരാൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവലിൽ എന്ത് ചെയ്യും, ഒരുപാട് ബുദ്ധിമുട്ടും എന്നതാണ് സത്യം. ഇനി സിവിക്സ് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സിലബസിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ടതാണ് എന്ത് എന്ന് പറയുന്നത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അവിടെ എന്ത് വരും, ഇപ്പോൾ നമുക്ക് ലെജിസ്ലേച്ചർ പഠിക്കാനുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ബില്ലുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, കമ്മീഷൻസ് വരുന്നുണ്ട്. ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ വന്നു, വിവരാവകാശ കമ്മീഷൻ വന്നു, അതേപോലെ തന്നെ ആര് വന്നു, ആ പ്രധാനപ്പെട്ട ഒരുപാട് കമ്മീഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ചോദിക്കാം. ഇനി സാമൂഹ്യ ക്ഷേമമുണ്ട്, അപ്പം വെൽഫെയറും സ്കീമും ചോദിക്കാം. അപ്പം പല ഡിഗ്രി പ്രിലിംസ് എടുക്കുന്ന സമയത്തും ധാരാളം ചോദ്യങ്ങൾ സ്കീമിൽ നിന്നാണ് വരുന്നത്. പക്ഷെ പലർക്കും ഇത് സിവിക്സിൽ നിന്നാന്ന് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന വർഷത്തിലും അതിന് തൊട്ടു മുമ്പുള്ള വർഷത്തിലും ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യക്ഷേമ സ്കീമുകൾ പഠിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ്. ഇത്രയും കാര്യമാണ് എനിക്ക് പഠിക്കേണ്ടത് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മാത്രം കൃത്യമായി പഠിച്ചു പോയാൽ സമയബന്ധിതമായി നിങ്ങൾ സിലബസ് തീർക്കും, റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ എന്നല്ല, ഏത് പരീക്ഷയിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, റിവിഷനാ. ആ റിവിഷൻ ചെയ്യാതെ പോകുന്നതിന് പിന്നിലുള്ള റീസൺ എന്താ, സമയബന്ധിതമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ പഠിച്ചെത്താൻ പറ്റാത്തത് കൊണ്ടാണ്. സിലബസ് എടുത്ത് ഇന്ന മേഖലയിൽ നിന്ന് ഇന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇതാണ് ഞാൻ പഠിക്കേണ്ടത് എന്ന അപ്രോച്ചിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ലെവലിലെ സിവിക്സ് ഒരു പ്രശ്നമേ ആവില്ല. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഈ പറയുന്ന ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച സിലബസ് ഒന്ന് നോക്കൂ. നമ്മൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഈ സിലബസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ? ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ, അതിൻ്റെ ഒരു നോട്ട് കാണുമ്പോൾ അതിൽ ഇന്ന കാര്യങ്ങളുണ്ടോ, ഇന്ന കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊരു ധാരണ വരുന്നില്ലേ? ഇതാണ് സിലബസ് ബ്രേക്ക് ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന MEMന് ഡിഗ്രി പ്രിലിംസിൽ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പരീക്ഷ ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ബാലൻസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ അപ്രോച്ച്. കാരണം എന്താ, MEM വളരെ എളുപ്പമാവുകയും GK വളരെ കടുക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. MEM എളുപ്പമായതുകൊണ്ട് എല്ലാവരും സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ല ആളുകൾ തമ്മിൽ. എന്നാൽ GK കടുത്തതുകൊണ്ട് GK സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ അവിടെ സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ MEM മാത്രം സ്ട്രെങ്ത് ആയിട്ട് കൊണ്ടുപോയ ഒരാൾക്ക് പണി കിട്ടില്ലേ? ഇത് തിരിച്ചും സംഭവിക്കാം. അപ്പം ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡിഗ്രി നിലവാരത്തിലേക്ക് എന്തു പഠിക്കണം എന്നുള്ള ധാരണ ഉണ്ടാക്കി വേണം ഡിഗ്രി പ്രിലിംസിനെയും മെയിൻസിനെയും സമീപിക്കാൻ. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് വേണ്ടത്. പ്രിലിംസിൽ മാത്രമല്ല നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പ്രിലിംസിൽ പറയുന്ന 70% കാര്യങ്ങളും മെയിൻസിനും അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ മാത്സും ഇംഗ്ലീഷും മലയാളവും പ്രിലിംസിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നത്? ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്നത് പോലെ പ്രിലിംസിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നത്? അല്ല, ഇത് മെയിൻസിനും കൂടിയാണെന്ന ധാരണയിൽ പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് മെയിൻസിന്റെ സമയം വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ പരീക്ഷയെ സമീപിക്കേണ്ടവർക്ക് വേണ്ടത്. അല്ലാതെ ഇത് UPSCക്കാർ മാത്രം പോയി എഴുതിയെടുക്കാൻ പോകുന്ന പരീക്ഷയല്ല. പലപ്പോഴും എന്തുകൊണ്ട് അതായത് UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ ഇതിൽ കൂടുതൽ സ്കോർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ സിലബസ് ബ്രേക്ക് ഡൗണും ഇത്തരം കാര്യങ്ങളും അവർക്ക് കുറച്ചുകൂടി പരിചിതമാണ് എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഒരിക്കൽ ഈ രീതിയിൽ ചിന്തിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ ഈ പരീക്ഷ എന്ന് പറയുന്നത്. അതിന് സിലബസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ട്രിറ്റേൺ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് ബ്രേക്ക് ഡൗൺ ആണ്.
ആ ബ്രേക്ക് ഡൗണിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എടുത്തു വെച്ചാൽ തന്നെ നിങ്ങളുടെ പഠനം 50% എളുപ്പമായി മാറും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനം ചെയ്യും എന്ന് വിചാരിക്കുകയാണ്. ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാണാനായിട്ട് സാധിക്കും. അപ്പം ഡിഗ്രി പ്രിലിംസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പിന്നോട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ സ്വയം സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ സിലബസ്. അപ്പം സിവിക്സിനെ ഭയക്കേണ്ട ആവശ്യമേ ഇല്ല. മുഴുവൻ മാർക്കും വിചാരിച്ചാൽ വാങ്ങാൻ പറ്റും. എന്തായാലും ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള ഗുണകരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം, പറയണം. ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.